ഇവനാണ് പരാതി. 19-ാം തീയതി ഉച്ചയോടുകൂടി കേരളാൻ്റെ ഹോസ്പിറ്റലിലെ പാർക്കിംഗ് പ്ലേസിൽ നിർത്തിയിട്ടിരുന്ന ഒരു വണ്ടിയുടെ ചില്ലടിച്ചു പൊട്ടിച്ച് 40,20,000 രൂപ മോഷണം പോയി എന്ന ഒരു പരാതി വന്നിരുന്നു. സംഭവം നടന്നിട്ട് ഇൻഫർമേഷൻ വന്നെങ്കിലും പരാതിക്കാരൻ ശരിയായൊരു പരാതിയുമായിട്ട് നമ്മൾ സമീപിക്കുന്നത് പിറ്റേന്നാണ്. അവിടെ മുതൽ പോലീസിനൊരു ഇക്കാര്യത്തെപ്പറ്റി കുറച്ച് സംശയങ്ങളുണ്ടായിരുന്നു. എന്നാലും അതെന്ത് പല കാര്യങ്ങളും കൊണ്ടാവാം, അതുകൊണ്ട് അതിൻ്റെ നിജസ്ഥിതി വെളിപ്പെടുത്തേണ്ടതുകൊണ്ട് ഞങ്ങൾ വളരെ ഓരോ ഭാഗവും കൃത്യമായി പരിശോധിച്ച് ചെറിയ വിഷ്വൽസ് മുഴുവൻ പരിശോധിച്ച് മുന്നോട്ട് പോവുകയാണ്. അവിടെ കിട്ടിയ വിഷ്വൽ വളരെ നേരത്തെ ഒരു വിഷ്വലാണ്. അതിനാണെങ്കിൽ ആളെ നേരിട്ട് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിലല്ലായിരുന്നു. ഒരു വാഹനം തിരിച്ചറിഞ്ഞു, ആ വാഹനത്തിനെ ഫോളോ ചെയ്തുകൊണ്ട് പോലീസ് നടപടിയുമായിട്ട് മുന്നോട്ട് പോയി. അങ്ങനെ പ്രതികളെ ആദ്യം ഈ വാഹനത്തിൽ വന്ന് മോഷണം നടത്തിയ പ്രതികളെ കണ്ടെത്താൻ സാധിച്ചു. ആ പ്രതികളെ ചോദ്യം ചെയ്തപ്പോൾ ഇത് ഒരു നല്ലൊരു നാടകമായിരുന്നു, ഈ ഭാഗത്ത് നടക്കുന്ന എടുപ്പ് പോലത്തെ ഒരു കേസാണെന്നുള്ള കാര്യം മനസ്സിലായി. ഇതിൽ ബന്ധപ്പെടുന്ന ഇയാൾ ഈ പരാതിക്കാരൻ്റെ ഫാദറിലോ ഏൽപ്പിച്ച ഒരു പണം, ഒരാളെ കൊടുക്കാൻ വേണ്ടി ഏൽപ്പിച്ച പണം, ആ പണം കാറിൽ വെച്ച് കൊണ്ടുവന്നു. കാർ അവിടെ പാർക്ക് ചെയ്ത് അയാൾ കൊടുക്കാൻ പോകുന്ന വഴിക്ക് പോയി എന്നൊരു കഥ ഉണ്ടാക്കുകയാണ്. ഈ 40 ലക്ഷം രൂപ അയാളുടെ തുകയും 20,000 രൂപ ഈ പരാതിക്കാരൻ്റെ തുകയും എന്നാണ് പറഞ്ഞത്. പരാതിക്കാരൻ റീസ് എന്നാണ് അവരുടെ പേര്. ഇതൊരു ബിസിനസ് നടത്തുന്ന ആളാണ്, വാഹനമൊക്കെയുള്ള ഉടമയൊക്കെയാണ്. ഇതുപോലെ കച്ചവടങ്ങളൊക്കെ, വണ്ടി കച്ചവടവും കാര്യങ്ങളൊക്കെ നടത്തുന്ന ഒരാളാണ്. അവൻ ഉപയോഗിച്ചിരിക്കുന്ന 2 പേരെ ഷാജിദ് എന്ന ഷാജിയും ജംഷീദുമാണ് നമുക്ക് ഇവരെ ഉപയോഗപ്പെടുത്തിയ ആൾക്കാർ. ഇവരെ പോലീസിനെ കബളിപ്പിക്കുന്നതിന് വേണ്ടി കുറച്ച് ദൂരം വണ്ടി പോയിട്ട് ആ വണ്ടിയിൽ നിന്ന് ബാക്കിലുള്ള ആൾ ഇറങ്ങുകയും പിന്നെ ഒറ്റയ്ക്ക് ഒരാൾ പോവുകയും കുറച്ച് ദൂരം മാറിയിട്ട് വീണ്ടും ഡ്രസ്സ് മാറുകയും വണ്ടിയുടെ നമ്പർ പ്ലേറ്റുകൾ 2 നമ്പർ പ്ലേറ്റുകളായിരുന്നു ഈ വണ്ടിക്കുണ്ടായിരുന്നത്. വ്യാജ നമ്പർ പ്ലേറ്റുകൾ വെച്ചിട്ടായിരുന്നു പോയിരുന്നത്. അതും അപ്പോൾ നമുക്ക് വണ്ടി കണ്ടെത്തിയിട്ടുണ്ട്. ആ വണ്ടിയുടെ മറ്റ് തെളിവുകളൊക്കെ നമ്മൾ ശേഖരിച്ചു വരികയാണ്. ഇനി ഇതിനകത്തുള്ളത് ഈ റയീസിനെ സംബന്ധിച്ചിടത്തോളം കേസ് പരാതി ഇയാൾ കൊടുത്തിരുന്നെങ്കിലും ആ കേസ് മാറ്റി ഞങ്ങളൊരു ചീറ്റിംഗ് കേസാക്കിയിട്ട് മാറ്റിയിട്ട് ഈ കേസ് തുടർന്ന് തന്നെ. സാധാരണ രീതിയിൽ ഇവരെ ധാരണ ഇങ്ങനത്തെ പണം നഷ്ടപ്പെട്ടാൽ പോലീസിന് കേസ് ഉണ്ടാവില്ല, അല്ലാതെ ഒരു പെറ്റീഷനായി തീർക്കുമെന്ന രീതിയിലാണ്. അങ്ങനെയാണെങ്കിൽ പിടിക്കപ്പെട്ടാൽ തന്നെ 5-6 മാസം കൊണ്ട് പൈസ കൊടുത്ത് തീർക്കാം എന്നൊരു ധാരണ ആവശ്യത്തിലാണ് ഇത്തരം പരിപാടിയുടെ മുന്നോട്ട് പോകുന്നത്. എന്നാൽ അത്തരം ചിന്തകൾ കട്ട് ചെയ്യുകയാണ്. ഇത്തരം മോഷണം ഉണ്ടായി ഞങ്ങൾ എഫേർട്ട് എടുത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നടപടിയുമായിട്ട് തന്നെ പോലീസ് മുന്നോട്ട് പോകുക. ഇത് മറ്റുള്ളവർക്ക് സന്ദേശമാണ്. കാരണം അവർ കിട്ടിയിരിക്കുന്നത് ഒരു 90,000 രൂപയ്ക്ക് കൊട്ടേഷൻ അടിച്ചിരിക്കുന്നതാണ്. ഒരു ചെറിയ തുകയ്ക്ക് കൊട്ടേഷൻ എടുത്ത് ചെയ്യുന്ന കാര്യത്തിൽ അവർക്ക് പറ്റാൻ പോകുന്ന ജീവിതം മുഴുവൻ പോകുന്ന രീതിയിൽ ഇത്തരം കളവ് കേസ് പ്രതിയായി, ഇത്തരം ചീറ്റിംഗ് കേസ് പ്രതിയായി നാട് മുഴുവൻ ഒരു എന്താ പറയുക അവരുടെ ആ ക്രെഡിബിലിറ്റി പോകുന്ന രീതിയിലേക്ക് ആകുമെന്നും ഈ പരിപാടി എളുപ്പമല്ലാന്ന് തോന്നിക്കണമെങ്കിൽ ഇത് കർശനമായ നടപടി വേണം. അതുകൊണ്ട് തന്നെ ഇത് ഗൗരവമായിട്ട് ഇതിന് അന്വേഷണം ബാക്കി മുന്നോട്ട് കൊണ്ടുപോകും. ഇതിൽ ഈ പണത്തിൻ്റെ ഉറവിടത്തെ പറ്റിയിട്ട് കാര്യങ്ങൾ കുറച്ച് രേഖകൾ ഹാജരാക്കിയിട്ടുണ്ട്. ആ രേഖകളുടെ നിജസ്ഥിതി പരിശോധിക്കും. ആ നിജസ്ഥിതി പരിശോധിച്ച ശേഷം മറ്റ് നടപടികൾ ആവശ്യമുണ്ടെങ്കിൽ അത് സ്വീകരിക്കുന്നതാണ്.